ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡാൽ തടുക്കയാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ രുചികരവും റിച്ച് ആയിട്ടുള്ള ഒരു ഡാൽ തടുക്ക നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് മസൂർ ഡാൽ 1/2 കപ്പ്, തുവരപ്പരിപ്പ് 1/4 കപ്പ്, ചെറുപയർ പരിപ്പ് 1/4 കപ്പ് ഇത്രയും കഴുകി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇത് പ്രഷർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 4 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് പ്രഷർ കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് ഇത് വെന്തോന്ന് നോക്കാം. ഓക്കെ, പരിപ്പൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവിയെടുത്ത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉടച്ചെടുക്കുക. ഞാനിവിടെ ഇതൊരു 1/4 ഭാഗം നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയെല്ലാം ചൂടായതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഡാൽ തടുക്കയിൽ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക്, അതിൻ്റെ പുറകെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇതൊരു വലിയ പച്ചമുളകാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സവാള കൊത്തി അരിഞ്ഞത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2-3 ഡ്രൈ റെഡ് ചില്ലി, അതായത് വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുകൂടി വഴറ്റാം. അതിൻ്റെ കൂടെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും എല്ലാം കൂടി ഒന്നിച്ച് വഴറ്റുക. ഇതിനായി ആവശ്യമുള്ള മസാലക്കൂട്ട് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതുകൂടി നമുക്ക് ഉള്ളിയുടെ കൂട്ടത്തിലിട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതെല്ലാം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് നല്ലവണ്ണം വഴണ്ടതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി നമുക്ക് എടുക്കാം. വെന്ത പരിപ്പിലേക്ക് ഈ വറവലിട്ട് കൊടുക്കുന്നതാണ് സാധാരണ ഒരു രീതി ഇതിൻ്റെ ഡാൽ തടുക്കയുടെ. ഇപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വറവിലേക്കാണ് ഈ വെന്ത പരിപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി ചേർക്കുന്നത്. ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയം ഒരു 1/2 ടൊമാറ്റോ നിങ്ങൾക്ക് വഴറ്റാം, അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഈ സമയത്ത് ചേർത്ത് ഇളക്കി ചേർക്കുക എല്ലാം കൂടി. ടൊമാറ്റോ പേസ്റ്റിന് പകരം ആംചൂർ പൗഡറും നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്കായിട്ട് ഇടാം. ഡാൽ തടുക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു ഡിഷിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഇത് റോട്ടി, ചപ്പാത്തി, പ്ലെയിൻ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ്ലി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പീസ് ഓഫ് കോൾഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാനായി മല്ലിയിലയും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? എന്നെ കമൻറ്റ് വഴി അറിയിച്ചാൽ സന്തോഷമായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.